ഹലോ, അപ്പോൾ ഞാനിന്ന് ഈ മുന്തിരി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഈ മുന്തിരി കൊണ്ട് ഞാനിന്നൊരു പരീക്ഷണം ഇവിടെ നടത്താൻ പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷണം എന്ന് കേട്ടാൽ തന്നെ അറിയാമല്ലോ, നമ്മുടെ സാധാരണ ജ്യൂസോ അല്ലെങ്കിൽ സാലഡോ ഒന്നുമല്ല. ഞാനിന്ന് ഈ മുന്തിരി ഉപ്പിലിട്ട് വയ്ക്കാൻ പോവുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഈ അൽത്തുകൊളുത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് ഇത് എൻ്റെ സ്വയം പരീക്ഷണമൊന്നും അല്ല കേട്ടോ, ഞാനിതൊരു വീഡിയോയിൽ കണ്ടിട്ട് അവരിടുന്നത് പോലെയാണ് ഇത് ഇടുന്നത്. പിന്നെ ഞാൻ ഈ കാണുന്ന മുന്തിരി മുഴുവനൊന്നും ഇട്ട് വയ്ക്കുന്നില്ല, കാരണം അറിയില്ലല്ലോ നമുക്കിത് എങ്ങനെയാവും എന്താവും എന്നുള്ളത്. ഇനി എന്തെങ്കിലും വയറിന് പണിയിട്ടോ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മുന്തിരി മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഇതിനി ഇവരൊക്കെ കഴിക്കുമെന്നും കൂടി എനിക്കറിയില്ല, ഞാൻ തന്നെ മുഴുവൻ കഴിച്ച് തീർക്കേണ്ടി വരും. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ഇങ്ങനെ ഒക്കെ ചെയ്ത് കഴിക്കാൻ. നോർമലി എനിക്ക് ഉപ്പിലിട്ടത്, അച്ചാർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊപ്പം ഈ ഫ്രൂട്ട്സ് ഐറ്റംസാണ് ഉപ്പിലിടുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈനാപ്പിളൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മുന്തിരി ഉപ്പിലിട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിലായിട്ട് അവർ എടുത്തിട്ടുള്ള അതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി ഇങ്ങനെ ഇല്ലി കളഞ്ഞിട്ടിടുന്നുണ്ട്. അതിൻ്റെ ആ തണ്ടോടക്കനെ ഇടരുത്, നമ്മൾ മുന്തിരി മാത്രമായിട്ട് മാറ്റിയിട്ട് എടുക്കണം. എന്നിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2-2.5 ടീസ്പൂൺ ഉപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ വിനാഗിരി ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാനിതിലേക്ക് ഒഴിക്കുന്നത് പച്ചവെള്ളം, അല്ലാതെ നമ്മുടെ വിനാഗിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2 മുളകും കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 4 മുളകൊക്കെ എടുത്ത് കൊടുക്കുന്നു. പക്ഷേ ഞാൻ മുന്തിരി അധികം ക്വാണ്ടിറ്റി എടുക്കാത്ത കാരണം ഞാൻ 2 മുളകേ അതിലേക്ക് കീറിയിടുന്നുള്ളൂ. പക്ഷെ ഞാനിത് ഇട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഈ സാധനം എങ്ങനെയാണ്, എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ. അപ്പോൾ ഞാൻ മുളക് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളകിനേക്കാളും ഇത് നല്ല എരിവുള്ള മുളകാണ് ഞാൻ 2 ഇട്ടത്. പക്ഷേ ഇതിനേക്കാളും കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അത് ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്തിരി മുളകൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് അടച്ചിട്ട് നമുക്കിത് 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കും. ഇത് ഇപ്പം തന്നെ എടുത്ത് കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്നും മനസ്സിലാവില്ല, കാരണം നമ്മളിതിൽ വിനാഗിരി കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ ഉപ്പ് എരിവൊക്കെ പിടിച്ച് വരണം. ആ പിടിച്ച് വന്നാലേ അതിൻ്റെ കറക്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. ഫ്രിഡ്ജിൽ ഇടിച്ച് വെക്കുന്നതാവും നല്ലത് എനിക്ക് തോന്നുന്നു, പുറത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എടുത്തപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മുന്തിരിങ്ങയ്ക്ക് അങ്ങനെ വാട്ടോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. നമ്മൾ ഇട്ട് വെച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ഞാനാണെങ്കിൽ ഇത് ഇരുന്നിങ്ങനെ മാക്കം കഴിച്ചു. പക്ഷേ ഞാൻ വീഡിയോ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കാൻ വേണ്ടി വീണ്ടും ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും കഴിച്ചു നോക്കി. പക്ഷെ അത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല. സാധാരണ നമ്മൾ ഉപ്പിട്ട് കഴുകിയ വെള്ളത്തിൽ ഇട്ട മുന്തിരി കഴിക്കുന്നു, അതിന് ചെറുതായിട്ടൊരു എരിവ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് എരിവ് പിടിക്കാനും ഒന്നും കൂടിയും, അതുപോലെ തന്നെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിക്കും കൊടുത്തു നോക്കി, അവളും കഴിച്ചു നോക്കി. അപ്പോൾ അവൾക്കും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതിന് എവിടേക്കോ നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ട് കഴിക്കുന്നതിനോടൊരു സാമ്യം